ബാലു, ഈ കേസിൽ 2024 ഒക്ടോബർ 9 ഉണ്ടായിട്ടുള്ള സംഭവമാണ്. വലിയ കോളിളക്കം സൃഷ്ടിച്ച വലിയ പ്രതിഷേധമുണ്ടായിട്ടുള്ള ഒരു കേസ് കൂടിയാണ്. അതിനാണിപ്പോൾ 164ാമത്തെ ദിവസം ശിക്ഷാവിധി വരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ രാജ്യമെമ്പാടുമുള്ളവർക്ക് എല്ലാവർക്കും, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. അതിലാണിപ്പോൾ ഇത്തരത്തിലൊരു വിധി പ്രസ്താവനയിലേക്ക് കോടതി എത്തുകയും ചെയ്യുന്നത്. നമുക്ക് ഈ നാൾ വഴികളും ഒരുപക്ഷെ ഇത്രയും പെട്ടെന്ന് വിധി വരുന്ന കേസ് വളരെ ചുരുക്കമായിരിക്കും, അല്ലെ? ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് അന്വേഷണം നടത്തുകയും വിധി പ്രസ്താവത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായും അക്ഷയ, വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ, അതായത് സംഭവം നടന്ന 6 മാസത്തിനുള്ളിൽ തന്നെ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് ശിക്ഷ വിധിക്കുന്ന വളരെ ചുരുക്കം കേസുകളിൽ ഒന്നായി ഈ കേസ് മാറി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 7-നാണ് കൊൽക്കത്തയിലെ ആർജികർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ച് ഈ മെഡിക്കൽ വിദ്യാർത്ഥിനി ക്രൂരമായ ബലാത്സംഗത്തിനിരയായും തുടർന്ന് കൊലപ്പെടുകയും ചെയ്തത്. കേസ് ആദ്യം അന്വേഷിച്ചിരുന്നത് ഈ ബംഗാൾ പോലീസായിരുന്നു. കൊൽക്കത്ത പോലീസ് ഈ കേസിലെ പ്രതിയായി അന്ന് ആശുപത്രിയിൽ ജോലിയുണ്ടായിരുന്ന സിവിക് വോളണ്ടിയറായിരുന്ന ഈ സുരക്ഷാ ജീവനക്കാരനായിരുന്ന ഈ സഞ്ജയ് റോയി കസ്റ്റഡിയിലെടുത്തു. സഞ്ജയ് റോയ് മാത്രമാണ് കുറ്റക്കാരനാണെന്നായിരുന്നു ബംഗാൾ പോലീസ് കണ്ടെത്തിയിരുന്നത്. തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഈ കൽക്കട്ട പോലീസിനെതിരെ ബംഗാളിൽ അലയടിച്ചിരുന്നു. കൽക്കട്ടയിലെ തെരുവുകളിൽ വിദ്യാർത്ഥികളുടെ വലിയ സമരം നടന്നിരുന്നു. ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ അന്വേഷണത്തിന്റെ പാളിച്ചകൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. രാജ്യവ്യാപകമായി തന്നെ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്ക് നേരെ ഉയരുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ആഞ്ഞടിച്ചു. സുപ്രീം കോടതി ഈ കേസ് സ്വമേധയെടുത്ത് ഈ ഡോക്ടർമാരുടെ ജോലിസ്ഥലത്ത് ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കൊൽക്കത്ത ഹൈക്കോടതി ഓഗസ്റ്റ് 13-ന് ഈ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറുന്നത്. അന്ന് തന്നെ CBI ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. വളരെ പെട്ടെന്നുള്ള അന്വേഷണമായിരുന്നു CBIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ കൊൽക്കത്ത പോലീസ് ആദ്യം കണ്ടെത്തിയതുപോലെ തന്നെ ഈ കേസിലെ ഏക പ്രതിയായി സഞ്ജയ് റോയിയെ മാത്രമാണ് ഈ കൊൽക്കത്ത പോലീസും CBIയും കണ്ടെത്തിയിരുന്നത്. തുടർന്ന് CBIയുടെ ഈ കുറ്റപത്രം ഓഗസ്റ്റിൽ കോടതിക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 66 ദിവസം നീണ്ടുനിന്ന വിചാരണയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് സിയാൽഡ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്നിരുന്നത്. 120ഓളം സാക്ഷികളുടെ വിസ്താരം ഉണ്ടായിരുന്നു. അതിൽ ഈ ഇരയുടെ മാതാപിതാക്കൾ, ആർജികർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ, ഡോക്ടർമാർ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, ഈ സംഭവ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന അങ്ങനെ ഏതാണ്ട് 120ഓളം പേരുടെ മൊഴികൾ വിസ്താരം കോടതിയിൽ നടന്നിരുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ പലതും CBI കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരുന്ന 2 തെളിവുകൾ DNA സാമ്പിൾ പരിശോധനാ ഫലവും അതുപോലെ ഈ ഒരു ബ്ലൂടൂത്ത് സംബന്ധിച്ചുള്ള ക്രൈം സീനിൽ നിന്ന് കണ്ടെത്തിയ ബ്ലൂടൂത്ത് അത് സഞ്ജയ് റോയുടേതാണെന്ന് തെളിയിക്കുവാൻ ശാസ്ത്രീയ പരിശോധനയിലൂടെ CBIക്ക് കഴിഞ്ഞിരുന്നു എന്നതുമായിരുന്നു പ്രധാനപ്പെട്ട 2 തെളിവുകളായി ഉണ്ടായിരുന്നത്. ഈ 2 തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഈ സഞ്ജയ് റോയ്ക്കെതിരെ ചുമത്തിയിരുന്ന കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് സിയാൽദ കോടതി വിധിച്ചത്. തുടർന്ന് ഇന്ന് കോടതിയിൽ ഈ ശിക്ഷ സംബന്ധിച്ചുള്ള ഹ്രസ്വമായ വാദം നടന്നിരുന്നു. ആ വാദത്തിൽ ഈ CBI ആവശ്യപ്പെട്ടത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. ഇത് ഒരു സമൂഹത്തിന് ഒരു സന്ദേശം നൽകേണ്ടതുണ്ട്. സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കുന്നതിന് ഈ ഹീനമായ പൈശാചികമായ കൃത്യം നടത്തിയ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നതായിരുന്നു. പക്ഷേ പ്രതിയായ സഞ്ജയ് റോയ് താൻ നിരപരാധിയാണെന്നും തന്നെ ഈ കേസിൽ പെടുത്തിയതാണെന്നുമുള്ള വാദം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പ്രോസിക്യൂഷന് പുറമെ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകരുടെ വാദവും ഇന്ന് കോടതി കേട്ടിരുന്നു. അവരും ഈ വധശിക്ഷ നൽകുന്നതിന് ശക്തമായി കോടതിയിൽ എതിർക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ആ വാദം കഴിഞ്ഞ് ഏതാണ്ട് 1.25 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ജഡ്ജി അനിർബൻ ദാസ് ഈ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ എന്നതാണ് ഈ സഞ്ജയ് റോയ്ക്ക് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷ. അതിനു പുറമെ 50,000 രൂപയുടെ പിഴ അദ്ദേഹം കെട്ടണമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വധശിക്ഷ നൽകുന്നതിനായി വേണ്ടി ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അല്ല എന്നാണ്
ഈ വിചാരണ കോടതി ജഡ്ജിയായ അനിർബൻ ദാസ് തന്റെ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിധിയെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതായുണ്ട്. നേരത്തെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ഈ കേസിൽ വധശിക്ഷ നൽകണമെന്ന്, പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷെ കോടതിയാണ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായി കേസായി പരിഗണിക്കുവാൻ വേണ്ടി തയ്യാറായില്ല. തുടർന്നാണ് ഈ കേസിലെ പ്രതിയായ കുറ്റം തെളിയിക്കപ്പെട്ട കുറ്റവാളിയായ സഞ്ജയ് റോയ്ക്ക് ഇപ്പോൾ മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ എന്ന ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അക്ഷയ.